നമ്മുടെ 2024 ഓണാഘോഷ പരിപാടിയായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഓണാഘോഷ പരിപാടി. വളരെ ലളിതമായിട്ട് നമ്മുടെ കുഞ്ഞു മക്കളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് നടത്തിയൊരു പ്രോഗ്രാമാണ്. നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. നമ്മളോട് സഹകരിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ പാരൻസും പങ്കെടുത്തിട്ടുള്ള ഒരു ചെറിയ ലളിതമായി. കാരണം വയനാട് പ്രശ്നത്തിനെ പ്രതിനിധീകരിച്ചിട്ട് വളരെ വിപുലമായ പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ കുട്ടികളുടെ സന്തോഷം മാനിച്ചുകൊണ്ട് മാത്രം നടത്തിയ ഒരു ഒത്തുകൂടലായിരുന്നു കേട്ടോ ഇത്. വളരെ പ്രത്യേകതകളൊന്നുമില്ലാത്ത കുട്ടികളുടെ സന്തോഷം, അതാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മാത്രം കുഞ്ഞുമക്കളുടെ അവരുടെ ഒത്തുകൂടലും കളികളും ആ ഒരു സഹകരണമൊക്കെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ കുഞ്ഞൊത്തുകൂടലാണ് നമ്മുടെ ഈ ഓണാഘോഷം എന്ന് പറയുന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മക്കളെല്ലാവരും ഒത്തുകൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയ പൂക്കളാണ്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഈ ഓണം അങ്ങനെയാക്കി മാറ്റി. പിന്നെ കുഞ്ഞു കളികളും 1-2 ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ കളികളൊക്കെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അവരതിലെല്ലാം തൃപ്തരായിരുന്നു കേട്ടോ. അവരുടെ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ കാണാൻ വളരെ നല്ലതായിരുന്നു. കൂട്ടത്തിൽ എല്ലാവരും കൂടെ സഹകരിച്ച് ഓരോരോ ഐറ്റംസ് പ്രിപ്പയർ ചെയ്താണ് കേട്ടോ നമ്മുടെ ഈ ഓണാഘോഷം നമ്മൾ ആഘോഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒത്തുകൂടിയത് അവസാനമായപ്പോൾ തളർന്നു പോയവർക്ക് നടക്കാനൊന്നും പറ്റാണ്ട് തല കറക്കമൊക്കെ ആയിട്ട് കറങ്ങി കസേര കളിച്ചിട്ട് എല്ലാവരുടെയും നല്ല ഒരു സഹകരണം തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ നമ്മുടെ ഈ ഓണ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ ഓണ പ്രോഗ്രാമിന് കണ്ടുവരുന്ന ബിസ്ക്കറ്റ് കടി മാറ്റിയിട്ട് നമ്മൾ ജിലേബി കടിയായിരുന്നു കേട്ടോ. കൊച്ചു മക്കളുടെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ജിലേബി കടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പ്ലാൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നുണ്ടായ ഒരിതാണ്. ബിസ്ക്കറ്റ് ഉദ്ദേശിച്ചു, പക്ഷേ നമ്മൾ ജിലേബിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കുട്ടികൾക്ക് വളരെ സന്തോഷമായിരുന്നു, കാരണം വെറൈറ്റി ഐറ്റം ആയിരുന്നു അത്. ഇതാണ് നമ്മുടെ ഓണ വിഭവങ്ങൾ. എല്ലാവരും സഹകരിച്ച് റെഡിയാക്കിയ ഓണ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. നമ്മുടെ ഓണസദ്യ വിഭവങ്ങൾ 2 ഐറ്റം പായസവും ചോറും പഴവും പിന്നെ തോരൻ, അതുപോലെ തന്നെ പരിപ്പ്, പുളിശ്ശേരി, പപ്പടം, മാങ്ങാച്ചാറ്, ഇഞ്ചി, പിന്നെ അവിയൽ, പച്ചടി, കിച്ചടി, ഉപ്പേരി, വറ്റൽ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർന്നൊരു കുഞ്ഞോണസദ്യ. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് സന്തോഷത്തോടെ പിരിയുകയാണ് കേട്ടോ ചെയ്തത്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഓണസദ്യ ഓണ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓണസദ്യ ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പായസവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുന്നതാണല്ലേ. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിച്ചത് വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ. ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണ്, എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. അത് നല്ല രീതിയിൽ വിജയിക്കുകയുണ്ടായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിയുകയാണ് ചെയ്തത്. നമുക്ക് 2 ഐറ്റം പായസം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും എൻ്റെ മെയിൻ ഇത് ഈ പായസമാണ് കേട്ടോ. സദ്യ എന്ന് പറയുമ്പോഴേ നമ്മുടെ ആദ്യം ഓടിയെത്തുന്ന സംഭവം പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെയുള്ളത് പായസമല്ലേ ആദ്യം ഓർമ്മ വരുന്നത്? കമൻറ്റ് ചെയ്യണേ എല്ലാവരും.